നമ്മളിൽ ചിലർ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ അവിടെയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ വലിയ മലകളാകെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി അതിശക്തമായ ഉരുൾപൊട്ടൽ, അതും നട്ടപ്പാതിരക്ക്. പാലം പോലും ഒലിച്ചുപോയി. മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താനാവാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ. ഈ നിമിഷത്തിലും പലരും കൈമലർത്തുകയാണ്. എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളില്ലല്ലോ. കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവർ അവിടെയുണ്ട്. നേരത്തെയൊക്കെ ഫോൺ വിളിച്ചു നോക്കുമ്പോ മൊബൈൽ റിംഗ് ട്യൂൺ വെല്ലടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ, ജീവനോടെ അവർ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടോ എന്നറിയാതെ, അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്ന മനുഷ്യരെത്രയാ. മനുഷ്യരെ, നമ്മളുടെ കഴിവുകേട് ബോധ്യപ്പെടുന്ന സമയമല്ലേ ഇത്? യജമാനനായ റബ്ബിനോട് പറയലല്ലാതെ യാതൊരു പരിഹാരവുമില്ലെന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ട സന്ദർഭമാണിത്. അല്ലാഹുവേ, അല്ലാഹു എത്രയും പെട്ടെന്ന് ഖൈറായ പരിഹാരമുണ്ടാക്കട്ടെ. ഇന്നലെ രാത്രി സാധാരണ പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ, സഹോദരാ സഹോദരി, മഴയുടെ ശക്തി കൂടുകയാണ്. ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഭൂമി ഒന്നാകെ ആ ഭാഗം തകിടം മറയുകയാണ്. ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 10-12 ദിവസങ്ങളിൽ ആ മനുഷ്യരും ഒരുപക്ഷേ അർജുനൻ എന്ന സഹോദരനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകും. കർണാടകയുടെ തെരുവേദിയിലൂടെ അർജുനൻ എന്നൊരു സഹോദരൻ ലോറിയുമായി പോവുകയാണ്. അല്ലാഹുവിന്റെ വിധിക്ക് വഴിപ്പെടുകയാണ്. വലിയ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയാണ്. ലോറിക്കുള്ളിലാ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു അറിയാതെ ആശങ്കയിലാണ്. എല്ലാവിധ സൗകര്യപ്രദമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. എല്ലാ വീട്ടിലും ചർച്ചയെ അർജുനനായി. എവിടെയാണ്, എന്താണ്, അറിഞ്ഞോ, കിട്ടിയോ, ജീവനോടെ തിരിച്ചു കിട്ടുമോ? ആ ചർച്ചയിൽ പങ്കെടുത്തവരാവാം ഇന്നലെ നടന്ന ദുരന്തത്തിൽ മരണപ്പെട്ടവർ പലരും. അവരും അർജുനന്റെ കാര്യത്തിൽ വിഷമിച്ചവരാകില്ലേ? അവരും അർജുനന്റെ കാര്യത്തിൽ മനസ്സ് വിങ്ങിപ്പൊട്ടിയവരാവില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അവരറിയുമായിരുന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുമെന്നവർ ചിന്തിച്ചു കാണുമോ? ഇനി നമ്മളെ കുറിച്ചും ചിന്തിക്കാം. ഇന്നിതാ നമ്മളിത് പറയുകയാണ്. നമ്മളീ ആലോചനയിലാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താകും പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാം അഖിലാണ്ട ഗണാഹത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ തീരുമാനം. അല്ലാഹുവിന്റെ തീരുമാനത്തിന് വഴിപ്പെടുകയല്ലാതെ നമ്മുടെ മുമ്പിൽ എന്ത് പരിഹാരം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും അല്ലാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചല്ലേ? മഴ പെയ്യണോ, പെയ്യണ്ടേ, എത്ര പെയ്യണം, എങ്ങനെ സംഭവിക്കണം, റബ്ബിന്റെ തീരുമാനമല്ലേ? അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ
وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء سجاجا. നിങ്ങൾക്ക് ഈ മേഘക്കീറിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നത് നാമല്ലയോ? മഴയെ വർഷിപ്പിക്കുന്നത് നാമല്ലയോ? എന്തേ നിങ്ങളത് തിരിച്ചറിയാത്തത് എന്ന് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. അതിൽ മനുഷ്യരെ നിങ്ങൾക്കുണ്ട് പങ്കുണ്ട്. മഴയില്ലെങ്കിൽ ഒരു നേരം മഴ പെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? മഴയങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. പാടങ്ങളും പുഴകളുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. എന്റെ വീട്ടിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയാണ്. പരിസരത്തുള്ള കുന്നും മലയും എന്റെ വീട്ടിലേക്ക് ഒന്നാകെ കടപുഴകി വരുമോ എന്ന ആശങ്കയിലാണ്. അള്ളാഹുവിനോട് പറയുകയല്ലാതെ ഈ മഴയെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? കഴിയൂലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, പരിഹാരം പടച്ച റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്ത് അള്ളാഹിനോട് ദുആ ചെയ്യലാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. അതുകൊണ്ടൊരു അസ്മാഉൽ ഹുസ്നയൊക്കെ ഓതി നാരിയത്തു സ്വലാത്തും ചൊല്ലി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. എല്ലാ ദുരന്തത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനും. പിന്നെ നമ്മളെപ്പോലെയുള്ള പച്ച മനുഷ്യരല്ലേ ഈ ദുരന്തത്തിൽപ്പെട്ട് നീറുന്നത്. കുടുംബത്തിൽ നിന്ന് പലരെയും കാണാതെയാകുമ്പോഴുള്ള ആശങ്കയും വേദനയും വിഷമവും എത്രയാ. ആ ഒരു നിമിഷങ്ങൾ തള്ളി നീക്കുന്നത് എത്രമേൽ പ്രയാസപ്പെട്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയല്ലേ? അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഇതിന്റെ ലിങ്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ച് ഈ ഒരു പ്രാർത്ഥനയിൽ അവരെ കൂടി പങ്കാളികളാക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ, നീ ഞങ്ങൾക്കൊക്കെ രക്ഷ നൽകണേ റബ്ബേ. ഇനി ഞങ്ങളുടെ ആയുസ്സിൽ എന്തൊക്കെയാണ് നീ കണക്കാക്കിയത് എന്ന് ഞങ്ങൾക്കറിയൂല പടച്ചോനെ. എല്ലാ ബലാ മുസീബാത്തുകളെ തൊട്ടും കാക്കണേ റബ്ബേ. ഓരോ വീഡിയോസ് കാണുമ്പോ അവിടെയുള്ള പൊന്നു മക്കളുടെ അവസ്ഥ പോലും പ്രിയപ്പെട്ടവരെ എത്രമേൽ വേദനാജനകമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മഴ വേണമെങ്കിൽ റബ്ബിനോട് പറയണം, മഴ വേണ്ടെങ്കിലോ അതും റബ്ബിനോട് പറയണം. പ്രാർത്ഥനയാണ് പരിഹാരം. ഹബീബായ നബിയുടെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വല്ലാതെ ദുരിതം അനുഭവിച്ച ഒരു സന്ദർഭം വന്നു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ് പറയട്ടെ. മഴ വേണമെങ്കിൽ റബ്ബിനോട് തേടണം, മഴ നിലക്കണമെങ്കിലും റബ്ബിനോട് തേടണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങളാ പറയുന്നത്, അസാബത്തിന്നാസ ഖഹതുൻ അലാ അഹദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു വരൾച്ച വന്നു. ശക്തമായ വരൾച്ച. അങ്ങനെ ഫബൈനന നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ഫീ യൗമിൽ ജുമുഅ. ഒരു വെള്ളിയാഴ്ച ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഖുത്ബ നിർവഹിക്കുകയാണ്. നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ നിർവഹിക്കവേ ഖാമ അറാബിയുൻ, വെള്ളിയാഴ്ച മസ്ജിദിൽ വെച്ച് മുത്ത് റസൂല് ജുമുഅ നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ നിർവഹിക്കുകയാണ്. അതിശക്തമായ ക്ഷാമമുള്ള ഒരു കാലഘട്ടത്തിൽ. അപ്പോഴാണ് പെട്ടെന്ന് അവിടുന്ന് ഒരു അറാബി എഴുന്നേറ്റ് നിന്നു. ആ ഖുത്ബക്കിടയിൽ ഫഖാല യാ റസൂലല്ലാഹ് ഹലകൽ മാലു വജാഅൽ ഇയാൽ. നബിയേ നബിയേ, ഹലകൽ മാൽ, എല്ലാ സമ്പത്തും സമ്പാദ്യവും നശിച്ചു പോയല്ലോ നബിയേ.
ഞങ്ങൾ ചെലവ് കൊടുക്കേണ്ട ഞങ്ങളുടെ കുടുംബമില്ലേ, ഞങ്ങളുടെ അഹിലില്ലേ, ഞങ്ങളുടെ മക്കളില്ലേ, അവരൊക്കെ വിശന്ന് വല്ലാത്ത പ്രയാസത്തിലാ നബിയേ. മഴയില്ല, ക്ഷാമമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങയോട് ഈ സമയത്ത് പറയാനുള്ളത്, ഇലാഹായ റബ്ബിനോട് അങ്ങൊന്ന് ദുആ ചെയ്യണേ നബിയേ. നിങ്ങൾ ഈ സമയത്ത് പടച്ച റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആ മനുഷ്യൻ, ആ അഅറാബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാ. ഉടനെ ഹബീബായ നബി എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് ആകാശത്തേക്ക് ഖുത്ബക്കിടയിൽ കരങ്ങൾ ഉയർത്തുകയാണ്. കേൾക്കണോ ആ സമയത്തുള്ള അവസ്ഥ? ഒരു മേഘക്കീറ് പോലും ആ സമയത്തെ ആകാശത്ത് കാണാൻ സാധ്യമായിരുന്നില്ല. ഒരു കാർമേഘത്തിന്റെ കഷ്ണം പോലും ആ സമയത്ത് ആകാശത്ത് ഉണ്ടായിരുന്നില്ല. നബിതങ്ങൾ ആകാശത്തേക്ക് അങ്ങ് കരങ്ങൾ ഉയർത്തി ജല്ല ജലാലായ റബ്ബിനോട് റഹ്മത്തിന്റെ മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തു. ഫവല്ലദീ നഫ്സി ബിയദിഹി, മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, എന്റെ തടിയെ നിയന്ത്രിക്കുന്ന അല്ലാഹനെ തന്നെയാണ് സത്യം. മാ വലഅഹാ ഹത്താ സാറ സഹാബു അംസാലൽ ജിബാൽ. ആകാശത്ത് പർവ്വത സമാനമായ കാർമേഘം ഉരുണ്ടുകൂടി. എവിടെ നോക്കിയാലും കാർമേഘം തന്നെയാ. എന്നിട്ട് മഴ വർഷിക്കാൻ തുടങ്ങിയല്ലോ. കേൾക്കണോ? എത്രത്തോളമെന്ന് കേൾക്കണോ? സുമ്മലം യൻസിൽ അൻ മിംബരിഹി ഹത്താ റഅയ്തുൽ മതറ യതഹാദറു അലാ ലിഹിയതിഹി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക്, പറയുന്ന ശ്രദ്ധിക്ക്. റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ദുആ ചെയ്തു. ആ ദുആ കഴിയേണ്ട താമസം ആകാശത്ത് പർവ്വത സമാനമായി കാർമേഘം ഉരുണ്ടുകൂടി. മിമ്പറിൽ നിന്ന് മുത്തുനബി ഇറങ്ങുന്നതിന് മുമ്പ് മഴയിട്ട് പെയ്തിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മെയ്തുണ്ടാക്കിയ മേൽക്കൂരയുള്ള മസ്ജിദല്ലേ, വെള്ളമിട്ട് അതിനിടയിലൂടെ ഇറ്റി വീണിട്ട് റസൂലുള്ളാഹിന്റെ താടിയിലൂടെ ആ വെള്ളം ഉറ്റി വീഴുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ മഴ തന്നെ മഴ, പിന്നീടും മഴ തന്നെയാണ്. അന്ന് നിരന്തരമായി മഴ തന്നെയാണ്. അന്ന് മാത്രമല്ല, വമിനൽ ഗദി, പിറ്റേന്നും മഴ തന്നെയാണ്. വബഗദൽ ഗദി, പിറ്റേന്നും മഴ തന്നെയാ. വല്ലദീ യലീ, അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴ തന്നെയാണ്. ഹത്തൽ ജുമഅത്തൽ ഉഖറാ, പിന്നെ മഴ നിലക്കുന്നില്ല. ആ വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണ്. വെള്ളിയും ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും കഴിഞ്ഞ് പിറ്റത്തെ വെള്ളിയാഴ്ചയും മഴ തന്നെയാണ്. ഈ അഅറാബി നേരത്തെ തന്നെ പള്ളിയിലെത്തി. വഖാമൽ ദാലികൽ അഅറാബി, ഹബീബായ നബി തങ്ങൾ ഖുത്ബക്ക് വേണ്ടി മിമ്പറിലേക്ക് കയറിയപ്പോ ആ അഅറാബി എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഹദ്ദമൽ ബിനാഉ വഗരിഖൽ മാലു ഫദഉല്ലാഹ ലനാ യാ റസൂലല്ലാഹ്. നബിയെ, കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴാറായി. സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. മഴ തന്നെയാണ്, ശക്തമായ മഴ തന്നെ. ഫദഉല്ലാഹ ലനാ,
ഈ മഴയൊന്ന് അവസാനിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഈ മഴ പോകൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ കരങ്ങൾ ഉയർത്തിയതുപോലെ ഇന്നത്തെ വെള്ളിയാഴ്ച മുത്തുനബി കരങ്ങൾ ഉയർത്തുകയാ. എന്തിനാ കരങ്ങൾ ഉയർത്തിയത്? ആ മഴയൊന്ന് നിന്ന് കിട്ടണം, അതിനായി ദുആ ചെയ്യണം. എന്നിട്ട് ഹബീബിന്റെ ദുആയാണ് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. ഞങ്ങൾക്കിനി ഇപ്പോൾ മഴ വേണ്ട അല്ലാഹ്, മഴ ആവശ്യമുള്ളിടത്തേക്ക് എത്തിക്കണേ അല്ലാഹ്. പുണ്യ റസൂൽ അങ്ങ് ദുആ ചെയ്തു, ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു. ഫമാ يشير بيده وصال إلى ناحية من الصحاب إلا انفرجت وصارت المدينة مثل الجوباء. ചില ഏരിയയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, മഴ അങ്ങോട്ട് പോട്ടെ, മഴ അങ്ങോട്ട് പോട്ടെ, ആ ഭാഗത്തേക്ക് പോട്ടെ, ആവശ്യമുള്ളിടത്തേക്ക് പോയിക്കോട്ടെ. മദീനയിൽ മഴ വേണ്ടെന്ന് പറഞ്ഞു. കൃത്യമായി ആ കാർമേഘം നീങ്ങിപ്പോയത് ഞങ്ങൾ കണ്ടു. وصال الوادي قناة شهرا ولم يجئ أحد من ناحية إلا حدث بالجود. ഇവരെല്ലാവരുടെയും സംസാരം പിന്നീട് ഇതേ കുറിച്ച് തന്നെയായിരുന്നു. എന്തിനാണ് സഹോദര സഹോദരി സമയത്ത് ഞാനിത് ഓർമ്മപ്പെടുത്തിയത്? ചിന്തിക്കണം. എന്തിനാ ഓർമ്മപ്പെടുത്തിയെന്നറിയോ? പ്രാർത്ഥന പരിഹാരം. പ്രാർത്ഥന തന്നെയാണ് പരിഹാരം. അള്ളാഹുവിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നമ്മൾ കൃത്യമായും ദുരന്തത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട സമയമാണ്. ആ പ്രദേശത്തൊക്കെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ആവുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും ശക്തമായി മഴ പെയ്യാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ അന്തം വിട്ടു നിൽക്കുകയാണ്. പടച്ചോനെ, മനുഷ്യന്റെ കഴിവുകേട്. എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ വലിയ വലിയ മലകളൊക്കെ ഒന്നാകെ മനുഷ്യ മക്കളുടെ മേൽ തകർന്ന് തരിപ്പണമായി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ലാഹു അങ്ങനെയുള്ള ദുരിതങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അങ്ങനെയുള്ള ദുരിതങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ, ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. എല്ലാ ബലാ മുസീബത്തുകളും അല്ലാഹു തആല നീക്കട്ടെ. യജമാനനായ റബ്ബേ, നീ ഞങ്ങൾക്ക് ഖബൂലിയത്ത് നൽകി ഈ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ.